വേലൂർ മഖ്ന ദൗത്യം 7-ാം ദിനവും തുടരുന്നു. കർണാടക വനം വകുപ്പിന്റെ സംഘവും ദൗത്യത്തിനൊപ്പം പങ്കുചേർന്നിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയ കൂടി വയനാട്ടിലെത്തിയതോടെ വേലൂർ മഖ്നയെ ഇന്ന് തന്നെ കൂട്ടിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. വിശദാംശങ്ങളുമായി CV ഷിബു വയനാട്ടിൽ നിന്ന് ചേരുന്നു. ഷിബു, രാവിലെ തന്നെ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകളൊക്കെ ലഭിച്ചു തുടങ്ങിയോ? കൃത്യമായി തന്നെ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? എപ്പോഴേക്കും മയക്കുവെടി വയ്ക്കാൻ സാധിക്കുമെന്നാണ് ഒരു പ്രതീക്ഷ? കൃത്യമായി റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ ആനയുള്ളത് പനവല്ലി ആദണ്ടക്കുന്ന് എന്ന് പറയുന്ന കുന്നിന് മുകളിലാണ്. അവിടെ നിന്ന് ആന വേണമെങ്കിൽ തോൽപ്പെട്ടിക്ക് പോകാം, തിരിച്ച് ബാവലിക്ക് വരാം, ഇരുമ്പുപാലത്തേക്ക് വരാം. ഏത് വഴിക്കാണ് പോകുന്നതെന്ന് അറിയില്ല. കാരണം ആനയുടെ ഒരു കൃത്യമായ സഞ്ചാരപാത വെച്ച് നോക്കിയാൽ തിരിച്ച് ഇരുമ്പുപാലം ഈ ചേലൂർ പ്രദേശങ്ങളിലേക്ക് വരാനാണ് സാധ്യത. അതല്ലെങ്കിൽ തോൽപ്പെട്ടി ഭാഗത്തേക്കും പോകാനൊരു സാധ്യതയുണ്ട്. ഈ മൂന്ന് പ്രദേശങ്ങളുടെ നടുഭാഗത്തായിട്ടാണ് ഇപ്പോഴുള്ള ആദണ്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം. ഇത് ഒരു ചെങ്കുത്തായ കുന്നിൻ ചെരിവാണ്. ഇടതൂർന്ന വനമേഖലയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലത്തേതുപോലെ തന്നെ ഡ്രോൺ പറത്താൻ കഴിയുമോ എന്നൊരു ആശങ്കയുണ്ട്. എങ്കിലും വിദഗ്ധരായ ആളുകൾ എല്ലാവരും കൂടെ ഉള്ളതിനാലും ഈ കർണാടക വനപാലക സംഘം കൂടെ ഉള്ളതിനാലും ഡോക്ടർ അരുൺ സക്കറിയ എത്തുന്നതിനാലും ഇന്നത്തെ ദൗത്യം വിജയത്തിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്.